കുറുപ്പമ്പടിയിൽ സഹോദരിമാരായ പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പെൺകുട്ടികളുടെ മാതാവിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. നേരത്തെ മാതാവിന്റെ ആൺ സുഹൃത്ത് ധനേഷ് എന്ന് പറഞ്ഞ ആളായിരുന്നു സഹോദരിമാരായ 12-13 വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ചത്. അപ്പോൾ തന്നെ ധനേഷ് പോലീസിന് മൊഴി നൽകിയിരുന്നു. പീഡനത്തിൽ അമ്മയുടെ അറിവോടുകൂടിയാണ് ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ചതെന്ന് ധനേഷ് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ ഇതാ പോലീസ് അമ്മയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന മാതാവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്ന മണിക്കൂറാണ്. ഇന്നലെയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ റാഫി കരീം വിശദാംശങ്ങളുമായി ചെയ്യുന്നു. റാഫി, ഈ അമ്മയുടെ ആൺ സുഹൃത്ത് സഹോദരിമാരായ പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ പെൺകുട്ടികളുടെ മാതാവിനെ കൂടി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അതായത് ഈ മാതാവ് എല്ലാം അറിഞ്ഞിരുന്നു, മാതാവിന്റെ സമ്മതത്തോടെ അല്ലെങ്കിൽ മാതാവിന്റെ അറിവോടെയായിരുന്നു പീഡനം എന്നാണോ അനുമാനം? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ അമ്മയ്ക്കെതിരായ മാതാവിനെതിരായ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഇന്ന് ഈ മാതാവിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് വിളിച്ചിരുന്നു. ഈ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ മാതാവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാതാവ് പ്രതിയാകുമെന്നുള്ള തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു. കാരണം ഈ മാതാവിൻ്റെ സുഹൃത്ത് തുടർച്ചയായി 2 വർഷത്തോളം ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ചതിൽ മാതാവിന് അറിവുണ്ട് എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് സൂചനകളുണ്ടായിരുന്നു. ഈ പെൺകുട്ടികളുടെ മൊഴിയിൽ ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണമാണ് ഇന്നലെ ഈ ധനേഷിന്റെ അറസ്റ്റിനു ശേഷം നടത്തിയത്. ഈ അന്വേഷണത്തിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ മാതാവിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത്. ഈ ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഇപ്പോൾ മാതാവ് പ്രതിയായിക്കൊണ്ട് മറ്റൊരു കേസ് കൂടി ഉണ്ടാകുമെന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടികളെ പീഡിപ്പിച്ച വിവരം കുട്ടികൾ മാതാവിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് ശേഷവും ധനേഷിന് കുട്ടികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം മാതാവ് ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. ഈ വിവരം കുട്ടികൾ മാതാവിനെ അറിയിച്ചിട്ടും നിയമ നടപടികളിലേക്കോ ധനേഷിനെ വിലക്കാനോ മാതാവ് തയ്യാറായില്ല എന്നുള്ളതും ഈ അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാതാവിനെ പ്രതിയാക്കി മറ്റൊരു കേസ് കൂടി ഈ അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത്. ഈ കേസിലാണ് ഈ മാതാവിനെ അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്.